എൻ്റെ പേര് മേരി ഡെയ്സി. ഞാൻ എറണാകുളത്തുനിന്ന് തൃക്കാക്കരയിൽ നിന്നും വരുന്നു. ഞാനിവിടെ 22/5/2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്തയാൾ ഡിഗ്രി കഴിഞ്ഞ് സിനിമോട്ടോഗ്രാഫിയിൽ ബിരുദമെടുത്തിട്ട് അവൻ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നു. ഇവൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇവനൊരു വണ്ടി ആവശ്യമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഇവനൊരു സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട്, അവന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവന് വണ്ടി ലോണൊന്നും ബാങ്കുകാരൊന്നും പാസ്സാക്കിയില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൂട്ടുകാരനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ സ്വമേധയാ മുന്നോട്ട് വരികയും അവന് വേണ്ട കാര്യങ്ങൾ, പണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഒരു വണ്ടി വാങ്ങിക്കുകയും ഇവന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ആ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ഇവൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം വണ്ടിയിലേക്ക് പോകുമ്പോൾ കാറ് വാങ്ങിച്ചിട്ട് 8-ാം മാസം ഇരിങ്ങാലക്കുടയിൽ വെച്ച് എതിരെ വന്ന ഒരു വണ്ടി ഇവൻ്റെ വണ്ടിയായിട്ട് കൂട്ടിയിടിക്കുകയും അങ്ങനെ കാറ് നിശേഷം തകർന്നു പോവുകയും ചെയ്തു. ഓടിക്കൂടിയവരെല്ലാവരും ഇവനെ വന്ന് നോക്കുമ്പോൾ ഇവന് ഒരു പരിക്കില്ലാതെ ഇവനിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വണ്ടി ക്രെയിൻ വെച്ച് വലിച്ചു കെട്ടിയിട്ടാണ് ഈ ഷോറൂമിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഇവൻ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം അവനോട് ഞാൻ ചോദിച്ചു, എന്താ ഈ വണ്ടിയുടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആ വണ്ടിയെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല, ഇനി തൊട്ട് ഞാൻ അന്വേഷിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഈ കാറിൻ്റെ അവസ്ഥയാണ് നിനക്ക് വന്നിരുന്നതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ ശരിക്കും പറഞ്ഞു, ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവൻ വണ്ടി വർക്ക്ഷോപ്പിൽ ചെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തു. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാറിന് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയി അന്ന് തന്നെ വെഞ്ചിരിക്കുകയും തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി അമ്മയുടെ ഈ തൈലം പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ആ ഡാഷ്ബോർഡിൽ വെക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഇരുന്ന ആക്സിഡൻ്റ് ആയപ്പോഴത്തേക്കും അവനിരുന്ന ആ ഡ്രൈവർ സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം നിശേഷം തകർന്നു പോവുകയും ഇവന് ഒരു പരിക്കുപോലോ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അമ്മമ്മ, അത് അവന് കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. രണ്ടാമത്, ഇവൻ പഠിച്ച ഒരു വെച്ചിട്ട് ഇവനൊരു ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഇവന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അവൻ പറയുന്നത്, ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്ക് ഇതൊന്നും അല്ല മാമി കിട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഈ 18-ാം തീയതി, ഈ കഴിഞ്ഞു പോയ 18-ാം തീയതി അവൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയും അവന് നല്ലൊരു പ്രൊജക്റ്റായിട്ട് അവനോട് ചെല്ലാൻ പറയുകയും ഈ 18-ാം തീയതി അവൻ മസ്കറ്റിലേക്ക് പോവുകയും ചെയ്തു. നല്ലൊരു പ്രൊജക്റ്റാണ് അവന് കിട്ടിയിരിക്കുന്നത്. രണ്ടാമതായിട്ട്, എൻ്റെ 2ാമത്തെ മകൻ ഒരു പൈസ പോലും ചിലവില്ലാതെയാണ് അവൻ മസ്കറ്റിലേക്ക് പോയത്. അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവരെടുത്തു കൊടുത്തു. ഒരു പൈസ പോലും നമുക്കത് ചിലവായിട്ടില്ല. നല്ലൊരു പ്രൊജക്റ്റാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഞാൻ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും മക്കൾക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ 2ാമത്തെ മകന് ഇതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ബാംഗ്ലൂരിൽ അറ്റൻഡ് ചെയ്തു. 40 പേരിൽ നിന്ന് 4ാമത് വരെയും അവൻ 4 ഘട്ടങ്ങളിലായിട്ട് അവൻ വന്നു. പക്ഷേ 2ാമതായപ്പോഴത്തേക്കും അവൻ 4 പേരിൽ 2ാമത്തെ ആയപ്പോഴവൻ അവരത് റിജക്റ്റ് ചെയ്തു. അവൻ ആ ജോലി കിട്ടിയില്ല. അവൻ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, മമ്മി, ഞാൻ അതിൽ നിന്ന് റിജക്റ്റായി പോയി. പക്ഷെ ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി അതേ കമ്പനിയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവനെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും 1ാമതായിട്ട് അവൻ അതിൽ പാസ്സാകുകയും ഈ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ തുടങ്ങി അവൻ ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 4ാമതായിട്ട്, ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേട്ടന് ഷുഗർ കൂടിയിട്ട് കാലിങ്ങനെ വന്നു ഒത്തിരി പഴുത്ത് വീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ രാത്രി ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തൈലവും അമ്മയുടെ കാശ് രൂപവും കൊണ്ടുപോയി
ആ കാല് ഒട്ടും വേദനയൊന്നും അറിയത്തില്ലായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ കാല് പൊക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ ഈ കാശ് രൂപം ആ ചേട്ടൻ്റെ കാലിൽ വെച്ചു. തൈലവും പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ആ ചേട്ടനെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഒരു കാലിൻ്റെ ഒരു ആൻജിയോപ്ലാസ്റ്റി എടുക്കണമെന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി എടുത്തപ്പോഴത്തേക്ക് കാലിൽ മൊത്തം വ്രണമായിരുന്നു. എന്നിട്ട് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ നിന്ന് മാംസം എടുത്ത് വ്രണത്തിൻ്റെ അവിടെ വെച്ച് പിടിപ്പിച്ചു. പക്ഷേ പിറ്റേ ദിവസം ആരോഗ്യനില മോശമാവുകയും അദ്ദേഹത്തെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. 2 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു 1% പ്രതീക്ഷയുള്ളൂ, പ്രാർത്ഥിച്ചോളാനൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒത്തിരി മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. 2 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്ന ചേട്ടനെ ICUയിലേക്ക് മാറ്റുകയും 28 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയും ചെയ്തു. ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ കൈയും പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം നടക്കുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 9-ാം തിരുവചനമാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ സക്കേവൂസ് തൻ്റെ പഴയ ജീവിത രീതിയിൽ നിന്ന് മാറി താനൊരു പുതിയ വ്യക്തിയാകും എന്ന് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറയുന്ന തിരുവചനങ്ങളാണ്. ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് വന്ന് കർത്താവ് പറയേണ്ട ഒരു തിരുവചനമാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതവും അതുപോലെ കർത്താവിനോട് നാം കൊടുത്ത വാക്ക്, ആ വാക്ക് പാലിക്കുന്ന രീതിയിലാകണം നമ്മുടെ ഉടമ്പടി ജീവിതം. അങ്ങനെ ഉടമ്പടി ജീവിച്ച് പിന്നീട് ഓരോ കൃപകൾ നമുക്ക് കിട്ടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ അൾത്താരയിൽ വന്ന് അത് പ്രഘോഷിക്കുവാനും നാം സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുന്നത്. ഈ മക്കൾക്ക് ജോലിയൊന്നുമില്ല, പഠനം കഴിഞ്ഞു. മൂത്ത മകന് അവൻ പഠിച്ച ഒരു പ്രൊഫഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടാതെ വിഷമിക്കുമ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നീട് നല്ല ഒരു ജോലി ലഭിക്കുകയാണ്. ജോലി ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ ആ മകന് ഒരു ലോൺ പോലും ലഭിക്കുന്നില്ല. തൻ്റെ ജോലിക്ക് സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ ഒരു വെഹിക്കിൾ വേണം. ആ വെഹിക്കിളിന് വേണ്ടി ലോണിന് അപേക്ഷിക്കുമ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അതുപോലും ലഭിക്കാത്ത അവസ്ഥയിൽ ആ മകൻ ഒത്തിരി നിരാശപ്പെടുന്നു. ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ആ മകന് വിദേശത്ത് റെഡിയാവുകയും നല്ല ഒരു സാലറിയിൽ നല്ല ജോലി, അതും ഒരു പൈസ മുടക്കുമില്ല എന്നുള്ളതാണ് നാം കേട്ടത്. അങ്ങനെ ജോലി ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ മകനുണ്ടായ ഒരു അപകടം, അതിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണമാണ് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്നത്. അതുപോലെ മറ്റൊരു മകന് 40 പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ 4ാമത്തവനായിട്ട് വന്നു. എന്നാൽ വീണ്ടും റിജക്ഷനാണ്. അത് വീണ്ടും 2 ആകുന്നു. ആ 2ാമത്തെ വ്യക്തിയാകുമ്പോൾ വീണ്ടും റിജക്ഷൻ വരുന്നു. പിന്നീട് ഉടമ്പടിയിൽ തീക്ഷ്ണമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്ത് ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അതേ കമ്പനിയിൽ നിന്ന് തന്നെ, റിജക്ഷൻ വന്ന അതേ കമ്പനിയിൽ നിന്ന് തന്നെ അതേ പോസ്റ്റിൽ ആ മകനും ജോലി ലഭിക്കുന്നു. മറ്റൊരു സഹോദരന് കിട്ടിയ രോഗസൗഖ്യം, വെൻറ്റിലേറ്ററിൽ കൂടിയായിരുന്ന ആ മകന് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ, പ്രത്യേകിച്ചും ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വളരെ ആരോഗ്യവാനായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന എല്ലാ കൃപകൾക്കും നമ്മെയും ഇതുപോലെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.